നമസ്കാരം. ആചാര്യ ചാണക്യന്റെ നീതിശാസ്ത്രത്തിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടുകൾക്ക് മുൻപെഴുതിയതാണെങ്കിലും ഇന്നും ഈ നിമിഷം പോലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള പാഠങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ യഥാർത്ഥ സമ്പത്ത്, യഥാർത്ഥ ശക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ചാണക്യന്റെ 2-ാം അധ്യായത്തിലൂടെ നമുക്കൊരുമിച്ചൊന്ന് സഞ്ചരിച്ചു നോക്കാം. ചാണക്യൻ നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അധികാരത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, രാജാവിന്റെ അധികാരം. അത് അദ്ദേഹത്തിന്റെ രാജ്യത്ത് മാത്രം ഒതുങ്ങുന്നു, അല്ലേ? കാലം കഴിയുമ്പോൾ ഒരുപക്ഷെ അത് ഇല്ലാതായെന്നും വരാം. എന്നാൽ മറുവശത്ത് നോക്കൂ, ഒരു പണ്ഡിതന്റെ ശക്തി. അത് അറിവാണ്. അതിന് അതിരുകളില്ല, കാലപരിധികളില്ല. ലോകം മുഴുവൻ ആ അറിവിനെ ആദരിക്കും, എക്കാലവും. ഓക്കെ, അപ്പോൾ യഥാർത്ഥ ശക്തി അറിവാണെങ്കിൽ എന്തായിരിക്കും യഥാർത്ഥ സമ്പത്ത്? ചാണക്യന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്. ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരേയൊരു നിധി, അത് അറിവാണ്. എന്തൊരു മനോഹരമായ ഉപമയാണല്ലേ! വിദ്യയില്ലാത്ത ജീവിതം സുഗന്ധമില്ലാത്ത പൂവ് പോലെയാണ്. പുറമേ കാണാൻ നല്ല ഭംഗിയുണ്ടാവാം, പക്ഷേ അതിൻ്റെ ആത്മാവ്, അതിൻ്റെ സത്ത എന്ന് പറയുന്നത് ആ സുഗന്ധമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് അറിവാണ്. അറിവില്ലെങ്കിൽ ജീവിതം ശൂന്യമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള സ്വർണമോ പണമോ ആർക്ക് വേണമെങ്കിലും മോഷ്ടിക്കാം. പക്ഷേ നിങ്ങളുടെ തലച്ചോറിനുള്ളിലെ അറിവോ അതാർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ഒറ്റയ്ക്ക് പോയാലും നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനായി ആ അറിവ് കൂടെ തന്നെ ഉണ്ടാകും. ശരി, അപ്പം നമ്മൾ അറിവെന്ന നിധി സ്വന്തമാക്കി. ഇനിയെല്ലാം ഓക്കെയായോ? ഇല്ല. ചാണക്യൻ പറയുന്നു, യഥാർത്ഥ വെല്ലുവിളി വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ യുദ്ധം പുറത്തുള്ള ശത്രുക്കളോടല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. പലപ്പോഴും തോന്നിയിട്ടില്ലേ, നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണെന്ന്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില കാര്യങ്ങളാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവിനെ നശിപ്പിക്കാൻ കഴിവുള്ള ആ ശത്രുവിൽ നിന്ന്, അതായത് നമ്മളിൽ നിന്ന് തന്നെ, അതിനെ എങ്ങനെ സംരക്ഷിക്കും? ചാണക്യൻ ഇതിന് കൃത്യമായൊരു പേര് നൽകുന്നുണ്ട്: ഷഡ്വൈരികൾ. അതായത് 6 ആന്തരിക ശത്രുക്കൾ: കാമം, ക്രോധം, ലോഭം. ഇവയെല്ലാം നിയന്ത്രണമില്ലാത്ത കാട്ടുകുതിരകളെ പോലെയാണ്. അതിൻ്റെ കടിഞ്ഞാൺ നമ്മുടെ കയ്യിലില്ലെങ്കിൽ അത് നമ്മളെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും. ഈ കുതിരകളെ മെരുക്കി ഭരിക്കുന്നവനാണ് യഥാർത്ഥ യോദ്ധാവ്. ഇവിടെയാണ് ചാണക്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് പുറത്തുള്ള ലോകം കീഴടക്കുന്നതല്ല, സ്വന്തം മനസ്സിനെ കീഴടക്കുന്നതാണ്. കാരണം അത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള ഒരു ശക്തിക്കും നിങ്ങളെ തളർത്താനാവില്ല. അതാണ് യഥാർത്ഥ പവർ. അപ്പോൾ നമ്മൾ അറിവ് എന്ന നിധി നേടി നമ്മുടെ മനസ്സാകുന്ന കുതിരയെ മെരുക്കി നല്ലൊരു അടിത്തറയായി, അല്ലേ? ഇനി ഈ ഫൗണ്ടേഷൻ്റെ മുകളിൽ നമ്മൾ എന്താണ് പടുത്തുയർത്തേണ്ടത്? ചാണക്യൻ്റെ ഉത്തരം വളരെ ലളിതമാണ്: നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ സദ്ഗുണങ്ങൾ. ഇതൊന്നും വെറും നിയമങ്ങളോ ചട്ടങ്ങളോ അല്ല. ചാണക്യൻ ഇതിനെ കാണുന്നത് സ്വഭാവത്തിൻ്റെ 4 അമൂല്യ രത്നങ്ങളായാണ്: സത്യസന്ധത, ദയ, കഠിനാധ്വാനം, കൊടുത്ത വാക്ക് പാലിക്കാനുള്ള കഴിവ്. ഇവയാണൊരു വ്യക്തിയെ സമൂഹത്തിൽ വിലയുള്ളവനാക്കുന്നത്. ഏറ്റവും വലിയ ആഭരണങ്ങൾ ഇതൊക്കെയാണ്. വളരെ സിമ്പിളായ കാര്യമാണ്. ഒരു മാവിൽ നിന്ന് നമുക്ക് മാങ്ങയല്ലേ കിട്ടുക? അതുപോലെ ഒരു മനുഷ്യനെ ലോകം തിരിച്ചറിയുന്നത് അയാളുടെ പ്രവൃത്തികളിലൂടെയാണ്, അയാളുടെ സ്വഭാവത്തിലൂടെയാണ്. അവസാനം നമ്മളെല്ലാം പോയി കഴിയുമ്പോൾ ആളുകൾ ഓർക്കുന്നത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എങ്ങനെ പെരുമാറി എന്നൊക്കെയാവും. അതാണ് നമ്മുടെ യഥാർത്ഥ അടയാളം. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം, അറിവ്, ആത്മനിയന്ത്രണം, സ്വഭാവം, ഇതെല്ലാം ചേർത്ത് ഒരൊറ്റ ശക്തമായ ആശയത്തിലേക്ക് ചാണക്യൻ കൊണ്ടുവരികയാണ്. ഒരുപക്ഷെ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ എന്താണ് ഈ അധ്യായത്തിൻ്റെ കാതൽ? 3 കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക. 1, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ അറിവാണ്. 2, നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ആത്മനിയന്ത്രണമാണ്. 3, നിങ്ങൾ ഈ ലോകത്ത് നൽകുന്ന ഏറ്റവും വലിയ പാരമ്പര്യം നിങ്ങളുടെ നല്ല സ്വഭാവമാണ്. അപ്പോൾ ചാണക്യൻ നമുക്ക് മുന്നിൽ ഒരു വഴി തുറന്നു തന്നിരിക്കുകയാണ്. അറിവിലൂടെ സമ്പന്നനാകാനും ആത്മനിയന്ത്രണത്തിലൂടെ ശക്തനാകാനും സദ്ഗുണങ്ങളിലൂടെ ബഹുമാനിക്കപ്പെടാനുമുള്ള ഒരു വഴി. ഈ വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ ചോദ്യം നിങ്ങൾക്ക് മുന്നിലാണ്. വഴി വ്യക്തമാണ്. ആ വഴിയിലൂടെ നടക്കാൻ നിങ്ങൾ തയ്യാറാണോ? വിദ്യധനം സർവധനാൽ പ്രധാനം. ഇന്ദ്രിയങ്ങളെ അടക്കുന്നവനാണ് ജ്ഞാനി.